ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുമായി ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. പത്തനംതിട്ട ബസ് റൂട്ടിൽ നടന്നൊരു സംഭവമാണിത്. ബസ്സിൻ്റെ സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്ത് വന്ന ബൈക്ക് മറ്റൊരു ബൈക്കുകാരനെ ഇടിച്ച് തെറിപ്പിച്ചിടുകയും വേറൊരു സ്ഥലത്ത് നിന്ന് ഇടിക്കുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, സമയം എന്ന് പറയുന്ന 3 വാക്കല്ലേ. എല്ലാവർക്കും ധൃതിയാണ് സ്പീഡിൽ പോകാനൊക്കെ. പക്ഷെ നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് നല്ല സ്പീഡിൽ പോയി നമുക്ക് എത്ര സമയം അതിൽ സേവ് ചെയ്യാൻ പറ്റും, നമ്മൾ ആരും അത് മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു അപകടം നടക്കുമ്പോൾ അതിന് മുമ്പേ പോയ ബൈക്കുകാരനും ഇടിച്ചു, അദ്ദേഹത്തിനും പരിക്ക് പറ്റി. മാത്രമല്ല ഇത്രയും അമിത വേഗത്തിൽ വന്ന ഈ ഒരു യാത്രക്കാരനും പരിക്ക് പറ്റി. അപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടോ ഇല്ലയോ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല. പക്ഷേ ഈ വീഡിയോയിലൂടെ പല കാര്യങ്ങളും നമുക്ക് പറയാനുണ്ട്. അതായത് നമ്മൾ ബസ്സുകളുടെയൊക്കെ മരണപ്പാച്ചിൽ അല്ലെ, മരണ ഓട്ടം എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അത് കണ്ടപ്പോൾ ഈ ഒരു രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നത് ആരാണ്, എന്താണ് സംഭവിച്ചത്, ഇതെല്ലാം നമുക്കൊന്ന് വ്യക്തമായി കാണാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോയിൽ അപകടം പറ്റിയ ബൈക്ക് യാത്രക്കാരെയും കൊണ്ട് ഈ ബസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് നമ്മൾ അവസാനം കണ്ടത് അല്ലേ. അപ്പോൾ എനിക്കത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. മറ്റൊന്നുമല്ല, ആ ഒരു ബസ് ഡ്രൈവർ നൗഫലും അതുപോലെ അതിലെ കണ്ടക്ടർ സുനിലും നല്ലവരായ യാത്രക്കാരും എല്ലാവരും ചേർന്നാണ് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് മത്സരയോട്ടം നടത്തുന്ന ഒരുപാട് ബസ് ഡ്രൈവർമാരുള്ള നാടാണ് നമ്മുടേത് അല്ലേ. നമുക്കറിയാം, മരണപ്പാച്ചിലാണ് പായുന്നത്. കുട്ടികൾ കയറിയോ മുതിർന്നവർ കയറിയോ ഒന്നും നോക്കാതെ കയറുന്നതിന് മുമ്പ് തന്നെ സ്പീഡിൽ ബെല്ലടിച്ച് അവരെടുക്കുന്നു. കാരണം അവർ പറയുന്നത് ഞങ്ങൾക്ക് സമയത്തിന് എത്തണം, ഞങ്ങളുടെ ട്രിപ്പ് അല്ലെങ്കിൽ ക്യാൻസൽ ആവും എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. ആ പോകുന്ന പോക്കിൽ തന്നെ വഴിയാത്രക്കാരെയും മറ്റുള്ള യാത്രക്കാരെയൊക്കെ ഇടിച്ചു തെറിപ്പിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ പല അപകടങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡ്രൈവറെയൊക്കെ മാതൃകയാക്കേണ്ടതാണ്. ഇപ്പോൾ ഇവർക്കും കൊണ്ടൊരു ട്രിപ്പ്, ഇവർക്കും സമയത്ത് എത്തണം, ടൈം ടു ടൈം ഇവർക്കും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പക്ഷേ അതെല്ലാം ഉപേക്ഷിച്ച് ആ ഒരു ജീവനും കൊണ്ട് അവർ സ്പീഡിൽ പോവാണ് ഹോസ്പിറ്റലിലേക്ക്. അതൊരു നല്ല പ്രവൃത്തിയാണ്, അതൊരു വലിയൊരു നന്മയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ ആ ഒരു ഇത് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. മാത്രവുമല്ല, ഇതുപോലെ മത്സര ഓട്ടം നടത്തുന്ന ഡ്രൈവർമാരും നിങ്ങൾക്കൊന്ന് അറിയണം, നമ്മുടെ ആ ഒരു സമയം ഒരു 2-3 മിനിറ്റ് നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയും നിങ്ങൾക്ക് ആ ട്രിപ്പ് അല്ലെങ്കിൽ ക്യാൻസൽ ആവും എന്നൊക്കെ പറയും. എല്ലാം ശരിയാണ്. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം, അതായത് നിങ്ങൾ അമിത വേഗത്തിൽ പോകാതെ പതുക്കെയൊക്കെ പോയാൽ ഒരുപാട് ആളുകളുടെ ജീവൻ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയും. നമ്മൾക്ക് എന്തെങ്കിലും ജീവനൊരു അപകടം പറ്റി കേസ് കൊടുത്തു അങ്ങനെയൊക്കെ പോകുള്ളൂ. പക്ഷേ ആ ഒരു ജീവൻ നഷ്ടപ്പെട്ട തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഈ ബൈക്ക് യാത്രക്കാരൻ തന്നെ അദ്ദേഹം ആ ഒരു സ്പീഡിൽ ഓവർടേക്ക് ചെയ്ത് ഇടിച്ചു കയറി വന്നുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. പക്ഷേ അയാളെ കുറ്റം പറഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും സമയത്തിന് ചെല്ലണം എന്നാൽ ഒരു 5 മിനിറ്റ് മുമ്പോ അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പോ ആരും ഇറങ്ങില്ല. എല്ലാവരും അറ്റപ്പറ്റ സമയത്ത് ഇറങ്ങിയിട്ട് സ്പീഡിലൂടെ ഈ മരണപ്പാച്ചിലാണ്. അപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല. പക്ഷെ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ നേരത്തെ നമ്മുടെ കാര്യങ്ങൾ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സമയം കയ്യിൽ ഇറങ്ങാതെ നമ്മൾ കുറച്ച് മുന്നേ ഇറങ്ങിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, പല ജീവനുകളും നമുക്ക് രക്ഷിക്കാൻ പറ്റും. അതിന് മുമ്പേ പോയൊരു ബൈക്ക് യാത്രക്കാരനെ വരെ ഇടിച്ചിട്ടുണ്ട്. അദ്ദേഹം നിരപരാധിയാണ്, അദ്ദേഹം നോർമൽ സ്പീഡിലാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എത്ര പേർക്കാണ് ആ ഒരു സ്പീഡിൽ വന്നുകൊണ്ട് അപകടം ഉണ്ടായത്, എത്ര പേരുടെ സമയം നഷ്ടമായി, നിങ്ങൾ ഒരാൾക്ക് വേണ്ടി എത്ര പേർക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അതുപോലെ ഈ മരണപ്പാച്ചിലോടുന്ന ഡ്രൈവർമാർ നിങ്ങളും ചിന്തിക്കുക. ആളുകൾ കയറുന്നതിന് മുമ്പൊക്കെ ബസ് ഇടിച്ചും ബസ്സിൻ്റെ അടിയിൽ പെട്ടുമൊക്കെ ഒരുപാട് മരണങ്ങളും ഒരുപാട് അപകടങ്ങളും നടന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു മാതൃകയാണ് ഈ ഒരു ബസ്സിലെ ഡ്രൈവർ നൗഫലും അതുപോലെ അതിലെ കണ്ടക്ടറും ആ യാത്രക്കാരെയും ഞാൻ പറയും കേട്ടോ. അവരും വളരെ നല്ല മനസ്സിനുടമകളാണ്. അവർക്കും ഉണ്ട് തിരക്കുകളും കാര്യങ്ങളൊക്കെ, അത് മാറ്റി വെച്ച് ആ ഒരു ആൾക്കാരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ഇതുപോലെ പല അനുഭവങ്ങളും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.